അനുദിന വിശുദ്ധർ സെപ്റ്റംബർ 8 മിസ്റ്റർ അഡ്രിയാൻ നതാലിയ. നിക്കോമോദിയായിൽ റോമൻ ചക്രവർത്തിയുടെ കീഴിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച ഒരു അക്രൈസ്തവനാണ് അഡ്രിയാൻ. ചക്രവർത്തി ക്രിസ്ത്യാനികളെ അത്യുഗ്രമായി പീഡിപ്പിച്ചിരുന്ന കാലമായിരുന്നു അത്. ഒരിക്കൽ അഡ്രിയാന്റെ മുൻപിൽ വെച്ചാണ് 23 ക്രിസ്ത്യാനികളെ ചമ്മട്ടിക്കൊണ്ട് അടിച്ച് കഠിനമായി പീഡിപ്പിച്ചത്. ക്രിസ്ത്യാനികളുടെ അസാധാരണമായ വിശ്വാസദാർഢ്യവും ആദർശധീരതയും കണ്ടപ്പോൾ അഡ്രിയാന്റെ ധാർമ്മിക ബോധം ഉണർന്നു. ഉപബോധ മനസ്സിൽ പതിഞ്ഞിരുന്ന ക്രിസ്തുഭക്തി അഡ്രിയാനെ ഉത്തേജിതനാക്കി. അദ്ദേഹം സധൈര്യം മുന്നോട്ട് വന്ന് താനും ക്രിസ്ത്യാനികളിൽ ഒരുവനാണ് എന്ന് പ്രഖ്യാപനം ചെയ്തു. പിന്നെ താമസമുണ്ടായില്ല, അധികാരികൾ അഡ്രിയാനെ തുറങ്കിലടച്ചു. ഈ വാർത്തയറിഞ്ഞ് അതിവേഗം അദ്ദേഹത്തിന്റെ ഭാര്യ നതാലിയ കാരാഗ്രഹത്തിലെത്തി. ഭർത്താവിനെ കാണുകയും അദ്ദേഹത്തിന്റെ കൈവിലങ്ങുകൾ ചുംബിക്കുകയും ചെയ്തു. വിശ്വാസത്യാഗത്തേക്കാൾ മരണമാണ് അഭികാമ്യം എന്നത്രേ അവൾ പറഞ്ഞത്. ദേവന്മാർക്കു ബലിയർപ്പിക്കാൻ വിസമ്മതിക്കുകയാൽ ചക്രവർത്തിയുടെ ആജ്ഞയനുസരിച്ച് അവർ അഡ്രിയാനെ ചമ്മട്ടിക്കൊണ്ട് അടിച്ചതിനു ശേഷം തടവറയിലേക്ക് തിരികെ കൊണ്ടുവന്നു. കൈകാലുകൾ മുറിച്ച് തടവുകാരെ നിഷ്കരണം കൊലപ്പെടുത്തുവാനാണ് ചക്രവർത്തി കൽപ്പിച്ചത്. ആദ്യത്തെ ഊഴം അഡ്രിയാന്റെയായിരുന്നു. കൊലക്കുറ്റിയിൽ കൈകാലുകൾ സമർപ്പിക്കാൻ നതാലിയയാണ് ഭർത്താവിനെ സഹായിച്ചത്. അങ്ങനെ അതിദാരുണമായ പീഡനയേറ്റ് അഡ്രിയാൻ മരിച്ചു.